പാഠം 741. യുക്തിയില്ലാത്ത ഒരു കഥ. സ്വർണ്ണവില കുറയുന്നു. രാജ്യത്ത് സ്വർണ്ണവില കഴിഞ്ഞ 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. സ്വർണത്തിന്റെ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വാണിജ്യ കേന്ദ്രങ്ങൾ പറയുന്നത്. കൊള്ളാം. സ്വർണത്തിന്റെ വില ഇനിയും കുറയുന്നതോടെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ കൊടുത്ത് സ്വർണം വാങ്ങിയവർ ഒരു പാഠം പഠിക്കും. മോനേട്ടാ, എന്തോ വലിയ ആവേശത്തിലാണല്ലോ. നീ പത്രം കണ്ടോ? സ്വർണ്ണവില പിന്നെയും കുറയുന്നു. സ്വർണം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിക്ഷേപമാണെന്ന് കരുതി അത് വാങ്ങിവെച്ചവരൊക്കെ വിവരം അറിയാൻ പോവാ. എന്തായാലും നമുക്കതിനെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ടല്ലോ. കല്യാണ സമയത്ത് എന്റെ അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടുള്ളതല്ലാത്ത ഒരു തരി സ്വർണം പോലും എന്റെ കയ്യിൽ ഇല്ലല്ലോ. അപ്പൊ നമുക്കൊരു നഷ്ടവും വരാനില്ലേ? എന്നെ പോലെ ബുദ്ധിമാനായ ഒരു ഭർത്താവ് ഉള്ളത് കൊണ്ട് നിനക്ക് നഷ്ടങ്ങളൊന്നും വരില്ല. എനിക്ക് പകരം ഏതെങ്കിലും ഒരു കോന്തം വക്കീലിനെയാണ് നീ കെട്ടിയിരുന്നെങ്കിൽ നീ വിവരം അറിഞ്ഞാണ്. ചർച്ച സ്വർണത്തിൽ നിന്ന് മാറി എന്ത് പെട്ടെന്നാണോ നോക്കിയേ. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ വഴക്കിന് വരുമെന്ന് എനിക്ക് അറിയാവുന്നുള്ളതുകൊണ്ട് ഞാൻ രാജിവെച്ചു. എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. സാറേ, ചന്ദ്രൻകുട്ടി. എന്തുണ്ട് സാറേ വിശേഷം? പത്രം വായിക്കണോ? ചന്ദ്രൻകുട്ടി, ഒന്ന് ഇവിടെ വരെ വരൂ. എന്താ സാറേ? ചന്ദ്രൻകുട്ടിക്ക് എത്ര വയസ്സായി? 32. ചന്ദ്രൻകുട്ടിയുടെ കാഴ്ചക്ക് തകരാറൊന്നുമില്ലല്ലോ? ഇല്ല സർ. ഇത് എന്താണ് എന്നറിയാനുള്ള വിവരം ചന്ദ്രൻകുട്ടിക്കുണ്ടോ? ഉണ്ട് സർ. ഇത് പത്രമല്ലേ? അതായത് ചന്ദ്രൻകുട്ടി അതുവഴി പോയപ്പോ വെറുതെ വണ്ടി ഒന്ന് നിർത്തി. അവിടെ നിന്ന് നോക്കിയപ്പോ എന്നെയും ഈ പത്രത്തെയും ഇത് പത്രമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പിന്നെ എന്തിനാണ് ഒരു ആവശ്യമില്ലാതെ പത്രം വായിക്കണം സാറേ എന്ന് ചോദിച്ചത്? പത്രം വായിക്കുകയല്ലാതെ പിന്നെ തിന്നാൻ കൊള്ളാമോ? ഇതിനാണോ സാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അതെ. കഷ്ടം. ഞാൻ വിചാരിച്ച എന്തോ വലിയ കാര്യമുണ്ടെന്ന്. ഇത് വല്ലാത്തൊരു സൂക്കേട് തന്നെ സാറേ. രാവിലെ പത്രം എടുത്ത് മുറ്റത്തിറങ്ങി ഇരുന്നാലേ വഴിയെ പോകുന്നൊരു മിണ്ടയും കുശലം ചോദിക്കുകയൊക്കെ ചെയ്യും. അത് ഇഷ്ടമല്ലെങ്കിലേ വീടിനകത്ത് കയറി ഇരുന്ന് പത്രം വായിക്കണം. എനിക്ക് ഇഷ്ടമുള്ളിടത്തിരുന്ന് പത്രം വായിക്കും. എന്നാലേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും ചെയ്യും. വൈകലാ പോകുന്നത്. മുതിർന്നവരോട് ധിക്കാരം പറഞ്ഞിട്ട് പോയാലേ വല്ല അപകടത്തിൽ നിന്നാണ്. ചാടിയ ഞാൻ അങ്ങ് സഹിച്ചു. അഹങ്കാരി. ഇത് തന്നെ പഠിത്തം കഴിഞ്ഞ് 6-7 കൊല്ലം കഴിഞ്ഞിട്ട് അവന് ജോലി ഇടാത്തത്. സ്വിച്ച് ഓൺ ആണല്ലോ. പിന്നെന്താ ചൂടാവത്തത്? മോനേട്ടാ, മോനേട്ടാ. ഇത് കേടാണെന്ന് തോന്നുന്നു. ചൂടാവുന്നില്ല. ചൂടാവുന്നില്ല? ഇല്ല, ഇല്ലെന്ന്. ഞാനത് കുത്തിവെച്ചിട്ട് കുറെ നേരമായി. അത് കേടായി പോന്നുള്ള കാര്യം ഉറപ്പാ. ഇതതിന്റെ കുഴപ്പം. ഒരു സാധനവും സൂക്ഷിച്ചു ഉപയോഗിക്കാൻ അറിയില്ല. അതെങ്ങനെ? ഞാനാണല്ലോ കാശ് മുടക്കി വാങ്ങിയത്. അവനത് നശിച്ചുപോയി. നിനക്കെന്താ കുഴപ്പം? മോനേട്ടാ, ഇമ്മാതിരി വർത്തമാനം പറയല്ലേ. പഴയ ഇസ്തിരിപ്പെട്ടി കേടായപ്പോ മോഹനേട്ടൻ തന്നെ പോയി വാങ്ങിച്ചോണ്ടൊരു സാധനമാണ് ഇത്. അതെ. നല്ലത് നോക്കി വാങ്ങാതെ ഏറ്റവും വിലക്കുറവുള്ളത് നോക്കി മാത്രം വാങ്ങി. അപ്പൊ ഇനിയുണ്ടാവും. ഇപ്പൊ എന്തായാലും തൃപ്തിയായല്ലോ. അന്ന് ഞാൻ പറഞ്ഞതാ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോ കുറച്ച് കാശ് കൂടുതലായാലും നല്ലത് നോക്കിയാ വാങ്ങാവുള്ളൂ മോനേട്ടന്ന്. അങ്ങനെയൊന്നുമല്ല.
ഞാൻ ഈ ഇസ്തിരിപ്പെട്ടി കൊണ്ടുവന്ന് അതിന്റെ പാക്കറ്റ് പൊട്ടിച്ചപ്പോഴേ നീ പറഞ്ഞു, ആഹാ കൊള്ളാം, ഇത് 6 മാസത്തിനെ കത്തിപ്പോകുന്നു. ഓർക്കുന്നുണ്ടോ? നിന്റെ കരുനാക്കൊണ്ടതൊക്കെ ഉണ്ടായത്. അതെന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. എവിടുന്നോ കിട്ടിയ നിലവാരമില്ലാത്തൊരു ഇസ്തിരിപ്പെട്ടി വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് കേടായതിന് കുറ്റം മുഴുവൻ എന്റെ നാക്കില്. ഇനി ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാഞ്ചന സാറേ കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അതങ്ങ് വിട്ടേക്ക്. എങ്ങനെ വിടും പ്രഭേ? രൂപ 1-2 അല്ല, 25,000 രൂപയാ പോയത്. പ്രഹ്ലാദൻ ചേട്ടൻ എങ്ങനെ ഈ സംഭവം അറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയതുണ്ടല്ലേ കാഞ്ചന സാറേ ഇതൊക്കെ ഉണ്ടായത്. കാഞ്ചന സാറിന്റെ ന്യായമായ ഒരു കാര്യത്തിന് എതിര് നിൽക്കുന്ന ആളല്ലല്ലോ പ്രഹ്ലാദൻ സാറ്. എന്നിട്ട് സാറ് പ്രഹ്ലാദൻ സാറിനെ പറ്റിച്ചു. അതിന്റെ ശിക്ഷ ഇത്. അതൊന്നും അല്ല ശിശുപാലൻ ചേട്ടാ, മോഹനേഷ സാറിന്റെ നാവാ എല്ലാത്തിനും കാരണം. ആ സ്വർണ്ണക്കട പൂട്ടി പോകുന്ന ഇന്നലെ മോഹനേഷ സാർ പറഞ്ഞപ്പോഴേ കരുതിയതാ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. അത് കൊള്ളാം. അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞതുപോലെ ആയല്ലോ കാഞ്ചന സാറേ. ഇതിലിപ്പോ മോഹനേഷ് സാർ എന്ത് പഠിച്ചു? അങ്ങനെ പറഞ്ഞൊഴിയല്ലേ ശിശുപാലൻ ചേട്ടാ, ഇത് മോഹനേഷ് സാറിന്റെ നാവ് അറം പറ്റിയതാ, ഒരു സംശയമില്ല.